നിധിയുടെ മനസ്സ് മുഴുവൻ ആ സ്ത്രീയെ കണ്ട കാര്യങ്ങളാ. നികേഷ് എന്താന്ന് ചോദിക്കുമ്പോൾ നിധി പറയും ഒന്നുമില്ല. രാത്രി വീട്ടിലേക്ക് സുഭാഷ് വന്നു കയറുമ്പോൾ സുധി പറയും വന്ന ഉടനെ എന്നോട് ചോദിച്ചതേ വെൽക്കം ബാനർ എവിടെയെന്നാ. ബാനറോ? ആ, ജോലി കഴിഞ്ഞ് വരുന്ന നിധി രാജീവിന് കിളിക്കൂട് വീടിൻ്റെ വരവേൽപ്പ് എന്നൊരു ബാനർ ഒരുക്കിയില്ലെന്നാ. നിധി പറയും ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ലെന്ന് സുഭാഷ് ഏട്ടനെ അറിയാം. ഈ സുധിക്ക് എനിക്ക് ജോലി കിട്ടിയത് മുതൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഹരീഷ് പറയും സുധീഷ് ഏട്ടൻ വേറൊരു ഡ്രൈവറല്ലേ, അതിൻ്റെ അസൂയേ. ഓ, നീ വലിയ കളക്ടറാണല്ലോ. കളക്ടറല്ല, ഒരു തരത്തിൽ ഒരു എഞ്ചിനീയറാണ്. സുഭാഷ് പറയും നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത്, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം നിധി ഒന്ന് പറഞ്ഞോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു മോളെ ആദ്യത്തെ ദിവസത്തെ ജോലിയൊക്കെ? നിധി പറയും നന്നായിരുന്നു, നല്ല ഓഫീസ്, നല്ല ആളുകൾ. എപ്പോഴോ വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും കുറച്ച് നേരമായിട്ടുള്ളൂ. സുധി പറയും ഞാൻ പറഞ്ഞതാ ഞാൻ കൂട്ടിയിട്ട് വരാമെന്ന്. അപ്പോൾ പറഞ്ഞു തനിയെ വന്നോളാന്ന്. നിധി പറയും എന്നെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടാറില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും പറ്റാത്തത്. ഇനി അങ്ങനെ എനിക്ക് വഴിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്നാലൊരു സ്വയം പ്രാപ്തി ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് സ്കൂട്ടർ വാങ്ങിയാൽ മതിയല്ലോ. സുഭാഷ് പറയും ഒക്കെ മോളുടെ ഇഷ്ടം. എല്ലാവരും അവിടുന്ന് പോകുമ്പോൾ സുധി നിധിയെന്ന് വിളിച്ച് ചെല്ലുമ്പം പക്ഷേ നിധി അത് കേൾക്കുന്നില്ല. ഇത് കണ്ട് നികേഷ് ഇങ്ങനെ ചിരിക്കും. നിധി നേരെ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനോടേക്കും ഇവിടെ എന്താ ഒരു നാറ്റം? അച്ഛൻ പറയും നാറ്റമല്ല, ഇത് ബീഡിയുടെ മണമാണ്. നിധി പറയും ഞാനും അത് തന്നെ പറഞ്ഞു. നാറ്റം എന്ന് വെച്ചാലേ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഓടേന്ന് അതൊക്കെയാണ് നാറ്റം. ഇത് നല്ല സ്മെല്ലല്ലേ. ഒരു തരത്തിൽ ഞാൻ നമ്മുടെ സർക്കാരിനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. 10 രൂപയുടെ സാധനം സർക്കാർ 30 രൂപയ്ക്ക് വാങ്ങുന്നു. അത് നികുതികളോ ചേർത്ത് 300 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അത് ഞാൻ വാങ്ങുന്നു. ഒരു തരത്തിൽ അതും സർക്കാരിനെ സഹായിക്കുന്നതല്ലേ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ അച്ഛൻ ഇങ്ങനെ പറയാണ്. നിധി പിന്നെയും നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ശബ്ദം ഉയർത്തി ചോദിക്കും എന്തിനാ എപ്പോഴും ഇത് തന്നെ ചോദിക്കുന്നത്? നിധി പറയും ഒന്ന് പതുക്കെ, അവരൊക്കെ കേൾക്കും. അച്ഛൻ സ്വരം താഴ്ത്തിട്ട് ചോദിക്കും എന്തിനാ എപ്പോഴും ഇത് തന്നെ ചോദിക്കുന്നത്, പോരെ? നിധി പറയും ഞാനിന്ന് അവരെ കണ്ടു. അച്ഛൻ പക്ഷേ അതൊന്നും വിശ്വസിക്കുന്നില്ല. 15 വർഷം മുൻപ് പോയ ഒരാളെ ഫോട്ടോയിൽ മാത്രം കണ്ടുപിടിച്ചുള്ള നീ കണ്ടുവെന്നോ? നിധി പറയും അതവരാണെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ പറയും ഞാനിന്ന് ചായക്കട വെച്ചിട്ടേ മഞ്ജു വാര്യരെ കണ്ടു. അതുപോലെ ഉണ്ട് നീ പറയുന്നത്. നീ എന്തിനാ ഇപ്പോഴും എന്നെ ഇത് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നത്? അതും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവാണ്. രാവിലെ നിധി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് പറയും എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ചെയ്തു തരില്ലേ. സുഭാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. നിധിയെ കാണുമ്പോൾ അച്ഛൻ മനസ്സ് പറയും ഇതെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നും പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അതും പറഞ്ഞ് അച്ഛൻ അടുക്കളയിലേക്ക് തന്നെ ചെല്ലും. അച്ഛനാണെങ്കിൽ നിധി എന്തെങ്കിലും ചോദിക്കുമെന്നുള്ള പേടിയുണ്ട്. നിധിയാണെങ്കിൽ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ അവിടുന്ന് പോകുമ്പോൾ നിധി മനസ്സ് പറയും എന്തോ ഒളിക്കുന്നുണ്ട്, അതാ ഇവിടുന്ന് വേഗം പോയത്. നിധി അവിടെ ചോറ് പാത്രത്തിലാക്കുമ്പോൾ സുഭാഷ് പറയും മോളെ അവിടെ വെച്ചേക്ക്, ഞാൻ ചെയ്തോളാം. നിധി പറയും വേണ്ട, ഞാൻ ചെയ്തോളാം, ഇത് നികേഷിനുള്ളതാ. നികേഷും നിധിയും പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ സുധീഷ് അങ്ങോട്ട് വരികയാണ്. സുധീഷ് പറയും ഓട്ടം തീർത്ത് ഞാൻ വേഗം വന്നതാ. നിധിക്കും എന്തിന്? നിധിയെ കൊണ്ടുവിടാൻ. നിധി പറയും ഞാൻ ബസ്സിൽ പോയിക്കോളാം. സുധി പറയും അത് വേണ്ട, ഇവിടെ ഒന്നും പരിചയമായിട്ടില്ലല്ലോ, ഞാൻ തന്നെ കൊണ്ടുവിടാം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനും നികേഷും കൂടെ ബസ്സിൽ പോയിക്കോളാം. നികേഷ് പറയും എൻ്റെ കോളേജിൻ്റെ അടുത്തുകൂടെ എന്നും പോവാറ്, എന്നിട്ട് പോലും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. സുധി പിന്നെയും നിധിയെ നിർബന്ധിക്കുകയാണ്. നിധി പറയും സുധീഷേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരുമ്പോൾ നിധി പറയും സുഭാഷേട്ടാ ഇത് കേട്ടോ, എന്നെ സുധീഷ് തനിയെ പോകാൻ സമ്മതിക്കുന്നില്ല. സുഭാഷ് പറയും അവൾ തനിയെ പോയി വരട്ടടാ, അവൾ ഇതൊക്കെ ശീലിക്കണ്ടേ. സുധീഷ് സുഭാഷിനോട് പതുക്കെ പറയുന്നുണ്ട് സുഭാഷേട്ടാ പ്ലീസ്. സുഭാഷ് പക്ഷേ ഒന്നും മിണ്ടില്ല. നിധിയും നികേഷും അവിടുന്ന് പോയി കഴിയുമ്പോൾ സുധീഷ് പറയും സുഭാഷേട്ടാ ഇത് എന്തൊരു ചതിയാണ്, സുഭാഷേട്ടന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ സുധിയുടെ കൂടെ പോകാൻ? കാറിൽ പോകുമ്പോഴാണ് ആകെ അവൾ എന്നോടൊന്ന് സംസാരിക്കുന്നത്. ഇവിടെ വന്നാൽ സുഭാഷേട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ നികേഷ് എടുത്തിയെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ അവളുടെ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിധി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MD നിധിയെ റൂമിലേക്ക് വിളിപ്പിക്കും. നിധി പറയും 5 മിനിറ്റ് കൊണ്ടാവും, ഇപ്പോൾ വരാം. നിധി ആ സ്കെച്ച് കൊണ്ടുപോയി കാണിക്കുമ്പോൾ പുള്ളി ചോദിക്കും എന്താ ഇത്ര വൈകിയത്? നിധി പറയും എല്ലാം പെർഫെക്റ്റ് ആവണ്ടേ, ഇതൊരു ഷോപ്പിംഗ് മാളിൻ്റെ സ്കെച്ചല്ലേ, ഇതിലെ എമർജൻസി എക്സിറ്റ് എവിടെ? നിധി പറയും സോറി സർ. പുള്ളി നിധിയെ സമാധാനിപ്പിക്കും ടെൻഷനാവൊന്നും വേണ്ട, ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്, അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. വീട്ടിലേക്ക് കുറേ പണിക്കാരൊക്കെ വരികയാണ്. സുഭാഷ് അവരോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സുധീഷ് പുറത്ത് വന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും ബാത്റൂം ഉണ്ടാക്കാനാടാ. അച്ഛൻ പറയും പൊട്ടി ഓടുണ്ട്, അതുകൂടെ ഒന്ന് മാറ്റണം. സുഭാഷ് പറയും അതും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അച്ഛാ. ഹരീഷും കൂടെ അങ്ങോട്ട് വരും. ഹരീഷിനോട് ചോദിക്കും നിനക്കിന്ന് ജോലിയില്ലേ? ഹരീഷ് പറയും ജോലിയുണ്ട്, ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. സുഭാഷ് ചോദിക്കും ഇനി വല്യമ്മ വലിയച്ഛനൊക്കെ വന്ന് കച്ചറ ഉണ്ടാക്കുമോ? ഹരീഷ് പറയും സുരന്തയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് അടങ്ങിയ മട്ടുണ്ട്. സുഭാഷ് പറയും അവരെ അങ്ങനെയൊന്നും അടങ്ങില്ല. അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയച്ഛനും വല്യമ്മയും കൂടി അങ്ങോട്ട് വരികയാണ്. അച്ഛൻ ചോദിക്കും എന്താ ഇതെങ്ങോട്ടാ? അവർ പറയും ഇവിടെ ജോലി നടത്താൻ പാടില്ല,
കോടതിയിൽ നിന്ന് വിലക്കുള്ളതല്ലേ, അതറിയില്ലേ നിങ്ങൾക്ക്? സുഭാഷ് പറയും, അമ്മായി മഴ ആയിക്കഴിഞ്ഞാൽ ചോർച്ചയാവും, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ബാത്റൂമില്ല, അതും ഉണ്ടാക്കുന്നുണ്ട്. അമ്മായി പറയും, ഇനി ഇവിടുത്തെ റൂമിന് വലിപ്പം പോരാന്ന് തോന്നിയാ ഇനി അതും കൂടെ ഉണ്ടാക്കില്ലേ നിങ്ങൾ? അതൊന്നും ഇവിടെ പറ്റില്ല. അച്ഛൻ പറയും, ഇത് എൻ്റെ വീടാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയാണ്.